എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഗുരുവായൂരെ ഒന്ന് തൊഴുതു വന്നാലോ? നമുക്ക് കാണാം. ഇത് അമ്പലത്തിൻ്റെ കിഴക്ക് വശത്തെ ഭാഗം. അത് ദേവസ്വത്തിൻ്റെ അവിടെ തൊഴാം. ഉള്ളിൽ എപ്പോഴും കയറാൻ നമ്മൾ തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കയറി തൊഴാതെ ഇവിടെ തന്നെ നമുക്ക് തൊഴുതൊക്കെ പ്രദക്ഷിണം ചെയ്യും. അങ്ങനെ ഇവിടെ തന്നെ ഇന്ന് പൂക്കളം ഇട്ടത് നോക്കൂ, എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ? കിഴക്ക് വശത്ത് ഭാഗത്ത് ഗണപതി ഉണ്ട്. ഗണപതിയുടെ അവിടെ നമ്മൾ നാളികേരം ഉടയ്ക്കും. അപ്പോൾ ഗണപതിൻ്റെ ആ ഭാഗമാണത്. ഇത് നമ്മുടെ സ്റ്റേജിൽ കുട്ടികൾ കലാപരിപാടികളൊക്കെ ഡാൻസ്, ഭരതനാട്യം, ഇതൊക്കെ അങ്ങനെ എല്ലാ പരിപാടിയെന്നെങ്കിൽ എല്ലാ സമയവും അവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊന്ന് കിട്ടും. പിന്നെ നമുക്ക് ചുറ്റും ഒന്ന് പ്രദക്ഷിണം ചെയ്താലോ? കുളത്തിൻ്റെ അതിലേക്കൂടെ എല്ലാം ഒന്ന് കിഴക്ക് വശത്തുനിന്ന് അങ്ങനെ തെക്ക് വശം, തെക്കുന്ന് പടിഞ്ഞാറ്, പടിഞ്ഞാറുനിന്ന് വീണ്ടും കിഴക്കിലോട്ട് എത്തുന്ന വിധത്തിൽ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രസാദത്തിന് നിൽക്കുന്ന ആളുകളുടെ തിരക്കാണിത്. ക്യൂവിലാണ് കുറേ ആളുകളുണ്ട്. എല്ലാവർക്കും ഭക്ഷണം കിട്ടും. അപ്പോൾ ആ വരിയാണ് ഇത്രയും കാണുന്നത്. മനസ്സുകൊണ്ട് നമുക്ക് കണ്ണനെ ഒന്ന് നന്നായിട്ട് തൊഴാം. ഹരേ കൃഷ്ണ.